എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ പേര് ഒന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എന്താണ് ഗൂഗിൾ കാണിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ ഇപ്പം ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ സ്ഥാപനം കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി കാണിക്കുന്നുണ്ടോ, അങ്ങനെ ഡിസ്റ്റൻസ് നോക്കി നോക്കട്ടെ എന്താ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫോട്ടോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളിൽ സെറ്റ് ചെയ്തിടാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു സ്ഥാപനം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ഥാപനം എപ്പോഴാണ് തുറക്കുക, എപ്പോഴാണ് അടയ്ക്കുക, ആ സ്ഥാപനത്തിൻ്റെ ഉള്ളിലത്തെ ഫെസിലിറ്റികൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് ഒരു പരസ്യം ചെയ്യുന്ന പോലെ ഫ്രീ ആയിട്ട് നമുക്ക് ഗൂഗിളിൽ ചെയ്തു വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അറിയുന്ന ആളുകൾ ദയവ് ചെയ്ത് കാണരുത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്കതിനാദ്യം ഗൂഗിൾ മാപ്പ് എടുക്കുക. അപ്പോൾ ഗൂഗിൾ മാപ്പ് എടുക്കുന്നതിന് മുമ്പേ നമ്മൾ ഈ മാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. ഈ മാപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്ലേ സ്റ്റോർ എടുത്തിട്ട് വെറുതെ ജസ്റ്റ് MAPS മാപ്സ് എന്നൊന്ന് അടിച്ചു നോക്കുക. അപ്പോൾ കുറേ മാപ്പുകൾ നമുക്ക് കാണിക്കും കേട്ടോ. അതിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. അതാണ് നമുക്ക് ഗൂഗിളിൻ്റെ ഒറിജിനൽ സാധനം. ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത ആളുകൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. നമ്മൾ എല്ലാ ആപ്ലിക്കേഷനും അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ഒരു ബാങ്ക്, ഗൂഗിൾ പേ പോലുള്ള ബാങ്ക് അല്ലെങ്കിൽ SBIയുടെ ബാങ്ക് ആപ്ലിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് അപ്ഡേറ്റ് ചെയ്യണം. അതൊരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ആയിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഈ ഗൂഗിൾ ഒന്ന് എടുക്കാം. ഇപ്പോൾ ഗൂഗിൾ വർക്ക് ചെയ്യണമെങ്കിൽ അറിയാലോ, ഈ ലൊക്കേഷൻ എന്നുള്ളത് ഓൺ ആയിട്ടിരിക്കണം കേട്ടോ. അത് മസ്റ്റാണ്. അപ്പോൾ ലൊക്കേഷൻ ഓൺ ആക്കി വയ്ക്കാൻ മറക്കരുത്. ഇനി നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നാണ് ആ നീല പോയിന്റ് കാണിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എവിടെയാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ താഴത്തെ ആ പോയിന്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ കാണിക്കും. ഇനി നമുക്ക് നമ്മുടെ വീട് അല്ലെങ്കിൽ സ്ഥാപനം എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അതിന് താഴെ കാണുന്ന കോൺട്രിബ്യൂട്ട് കണ്ടില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് തൊട്ട് മുകളിൽ ആഡ് പ്ലേസ് എന്നൊരു ഓപ്ഷൻ വരും. പിന്നെ നമുക്ക് നമ്മുടെ പ്ലേസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് അവിടെ വീട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾ ആഡ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അവിടെ ഒരു പ്ലേസ്, ഇപ്പോൾ ഞാൻ എൻ്റെ വീടോ അല്ലെങ്കിൽ എൻ്റെ പേരാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനമാണെങ്കിൽ നമുക്ക് സ്ഥാപനം ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ സുരേഷ് ഹോം എന്നാണ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ കാറ്റഗറി ഏതാ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറേ കാറ്റഗറി പറയുന്നുണ്ട്. നമ്മൾ ഷോപ്പാണോ, സർവീസാണോ, ഹോട്ടലാണോ, അതുപോലെ തന്നെ ഹോം റെസിഡൻഷ്യൽ ആണോ. അപ്പോൾ നമ്മൾ വീടായതുകൊണ്ട് ഞാൻ റെസിഡൻഷ്യൽ എന്നാണ് എടുക്കുന്നത്. അതിൽ തന്നെ നമുക്ക് അപ്പാർട്ട്മെൻ്റ് ആണോ അല്ലെങ്കിൽ ഹൗസിംഗ് കോംപ്ലക്സ് ആണോ, അപ്പോൾ എന്താണ് നമ്മളതുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് അതിൽ അഡ്രസ്സാണ് പറയുന്നത്. അത് നമ്മൾ ഏതാണ് നമ്മുടെ ലൊക്കാലിറ്റി. അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്പ് ഹിൽ എന്ന് അടിക്കുകയാണ്. അപ്പോൾ അപ്പ് ഹിൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നിയറസ്റ്റ് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് സെലക്ട് ആവുക. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ തൊട്ട് താഴെ മാപ്പ് കണ്ടില്ലേ, അതിൽ എഡിറ്റ് മാപ്പ് ലൊക്കേഷൻ ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഏത് പോയിൻ്റാണ് മാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ല, അത് നമ്മൾ ശരിയാണോ നോക്കുക. നമ്മൾ നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പൊസിഷനെല്ലാം കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പോൾ ശരിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മളത് കൊടുക്കാം. ഇനി നമുക്ക് തൊട്ട് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് മോർ ഡീറ്റെയിൽസ് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ ആണെങ്കിൽ വീടിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്ഥാപനമുള്ള ആളാണെങ്കിൽ വെബ്സൈറ്റ് ആഡ് ചെയ്യാം. നമ്മുടെ സ്ഥാപനം എപ്പോഴാണ് തുറക്കുക, എപ്പോഴാണ് അടയ്ക്കുക, ഏതെല്ലാം ദിവസങ്ങളിലാണ് നമുക്കത് വർക്കിംഗ് ടൈം, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സത്യത്തിൽ നമ്മളൊരു പരസ്യം ചെയ്യുന്ന പോലെയാണ് ഈ സ്ഥാപനങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക്. കാരണം ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. നമുക്കറിയാമല്ലോ, നമ്മുടെ എല്ലാ ആളുകളും ഇപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും ഗൂഗിൾ ചെയ്യുന്ന സ്വഭാവമാണ്. അപ്പം നമുക്ക് പ്രത്യേകിച്ചും ഈ ബിസിനസ്സൊക്കെ നടത്തുന്ന ആളുകൾ കൃത്യമായിട്ട് അവരുടെ ബിസിനസ് സ്ഥാപനം എത്ര മണിക്കാണ് തുറക്കുക, എത്ര മണിക്കാണ് അടയ്ക്കുക, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഫെസിലിറ്റികളുണ്ട്, ഇതെല്ലാം നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും നല്ല ബിസിനസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ടൈമിംഗ് ആഡ് ചെയ്തിടാം. ഇനി നമുക്ക് ഫോട്ടോ കണ്ടില്ല, ആഡ് ഫോട്ടോ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർമിഷനൊക്കെ ഒന്ന് കൊടുക്കുക. നമ്മുടെ ഗാലറിയിൽ എടുത്തു വെച്ച നല്ല അടിപൊളി ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീടിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളുടെ ആണെങ്കിലും ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു ബിസിനസ് കിട്ടുന്നതിന് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടായിരിക്കും. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്. വെബ്സൈറ്റ്, ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിനൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ നമ്മൾ വെൻ ഡിഡ് ദിസ് പ്ലേസ് ഓപ്പൺ, നമുക്ക് ഇത് എപ്പോഴാണ് ഈ സ്ഥലം ഓപ്പൺ ആയത്, നമ്മൾ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആഡ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ഇത്രയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൻ്റെ ഫോട്ടോ കൊടുത്ത് ഏറ്റവും താഴേക്ക് വരാം. നമുക്ക് ഇവിടെയാണ് നമുക്ക് സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം, എല്ലാം കറക്റ്റ് തന്നെയാണോ എന്നുള്ളത് നോക്കാം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് താഴേക്ക് വന്നതിന് ശേഷം അത് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ നമ്മുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ.
നമുക്കൊരു പോയിന്റും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത്. നമ്മളൊരു ഗൂഗിൾ എടുക്കുക, എന്നിട്ട് അതിൻ്റെ മാപ്സ് എടുക്കുക നമുക്ക്. എന്നിട്ട് എന്തെങ്കിലും ഒരു സ്ഥാപനം ഞാനിപ്പോൾ ഒരു കുന്നുമ്മലുള്ള ഒരു ജാം സൂപ്പർ മാർക്കറ്റ് ഒന്ന് സെലക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് കാണുന്നുണ്ട് നോക്കാം. കണ്ടില്ലേ, ജാംജുമിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് കാണുന്നുണ്ട്, അവിടുത്തെ ഫെസിലിറ്റികൾ, അവിടുത്തെ ഫോട്ടോസ്. അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മുടെ സ്ഥാപനം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ എല്ലാം നല്ല ഭംഗിയുള്ള ഫോട്ടോസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കസ്റ്റമറെ കിട്ടുന്നതല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്പണിംഗ് ടൈം എപ്പോഴാണെന്ന് നോക്കാം. രാവിലെ 7 മണി തൊട്ട് രാത്രി 10 മണി വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര മണിക്കാണെന്നൊക്കെ നമുക്ക് ഇതെല്ലാം ആളുകൾ ഗൂഗിൾ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ സൗകര്യമാണ്. നമുക്ക് പ്രത്യേകിച്ച് ഇത് ബിസിനസ്സുള്ള ആളുകൾക്കാട്ടോ ഏറ്റവും കൂടുതൽ സൗകര്യം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് അറിയാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.